Hello everyone, welcome back. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഭാരത് ലോഞ്ച് ചെയ്തിട്ടുള്ള 𝗙𝗕 പ്ലാറ്റ്ഫോമായ പോസ്റ്റ്പേയുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. പോസ്റ്റ്പേ അക്കൗണ്ട് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യേണ്ടത് എന്ന വീഡിയോ കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്തിരുന്നു. പോസ്റ്റ്പേ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്തു കഴിഞ്ഞാൽ 1000 രൂപയ്ക്കും 10 ലക്ഷം രൂപയ്ക്കും ഇടയിലുള്ള ക്രെഡിറ്റ് ലിമിറ്റാണ് നമുക്ക് കിട്ടുക. ഈ ഒരു ക്രെഡിറ്റ് ലിമിറ്റ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഓൺലൈനായിട്ടും അതുപോലെ തന്നെ ഓഫ്ലൈനായിട്ടും എല്ലാം ട്രാൻസാക്ഷൻസ് ചെയ്യാനായിട്ട് സാധിക്കും. QR കോഡൊക്കെ സ്കാൻ ചെയ്തുകൊണ്ടും പേയ്മെൻറ്റുകളൊക്കെ ചെയ്യാം. മാത്രമല്ല നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ക്രെഡിറ്റ് ലിമിറ്റ് അപ്രൂവ് ആയിട്ട് കിട്ടുകയാണെങ്കിൽ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്കൊരു ഫിസിക്കൽ കാർഡ് കൂടെ കിട്ടുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ഫിസിക്കൽ കാർഡ് അൺബോക്സിംഗ് ആണ്. മാത്രമല്ല ഈ ഒരു കാർഡ് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുക എന്നതുകൂടെ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ്പേ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ഇൻവൈറ്റ് കിട്ടുന്ന ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിങ്ക് വഴി നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റ്പേ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഒട്ടും സമയം കളയാതെ ഈ ഒരു അക്കൗണ്ട് എങ്ങനെയാണ് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റുക എന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ഫിസിക്കൽ കാർഡ് ഒന്ന് അൺബോക്സ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമുക്ക് വന്നിട്ടുള്ള കാർഡ്. അപ്പോൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് ഒരുപാട് ട്രാൻസാക്ഷൻ ചെയ്യാം. പിന്നെ ഓൺലൈൻ സൈറ്റുകളിലെല്ലാം നമുക്ക് മികച്ച ഓഫറുകൾ പലപ്പോഴും കിട്ടാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു കാർഡ് ഒന്ന് ക്വിക്കായിട്ട് അൺബോക്സ് ചെയ്യാം. ഇത് നമുക്ക് ഡെലിവറി ചെയ്തിട്ടുള്ളത് ബ്ലൂ ഡാർട്ട് ആണ്. നമുക്ക് ഈ ഒരു വലിയ പെട്ടിയിലാണ് ഇത് വന്നിട്ടുള്ളത്. ഈ ഒരു പെട്ടിക്കകത്ത് ഇത്തരത്തിൽ ചെറിയൊരു ബോക്സാണ് വരുന്നത്. എനിക്കിവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇത്തരത്തിലൊരു ബോക്സാണ്. അപ്പോൾ ഇതിന് മുൻവശത്തായിട്ട് പോസ്റ്റ്പേ എന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ ഇതിന് മുകളിലായിട്ട് നമുക്ക് കാണാൻ പറ്റും എനിത്തിങ് എനിവെയർ ആൻഡ് ബൈ നൗ പേ ലെറ്റർ എന്ന് കാണാം. പിന്നെ പോസ്റ്റ്പേ താഴെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ചെറിയൊരു ബോക്സാണ്. അപ്പോൾ ഈ ഒരു ബോക്സ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാർഡ് ഇതിനകത്ത് കാണാനായിട്ട് സാധിക്കും. ഓൾ റൈറ്റ്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കിട്ടിയിട്ടുള്ളത് ഒരു QR കോഡ് കിട്ടിയിട്ടുണ്ട്. വിസ പ്ലാറ്റ്ഫോമിൽ നമുക്ക് എല്ലായിടത്തും ഈ ഒരു കാർഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഇതാണ് നമ്മുടെ കാർഡ്. ഈ ഒരു കാർഡിന് പിറകുവശത്തായിട്ടാണ് ഈ ഒരു കാർഡിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം വന്നിട്ടുള്ളത്. ഈ ഒരു എൻഡിലായിട്ട് വിസ എന്ന് എഴുതിയിരിക്കുന്നത് കാണാം. പോസ്റ്റ്പേ എന്ന് മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ കോൺടാക്ട്ലെസ് പേയ്മെൻറ്റൊക്കെ നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് പറ്റും. പിന്നെ നമ്മുടെ പേരും ഈ ഒരു ഭാഗത്തായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പോസ്റ്റ്പേയുടെ ഫിസിക്കൽ കാർഡ് വരുന്നത് ഈ ഒരു രീതിയിലാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ക്രെഡിറ്റ് കാർഡ് ബില്ലൊക്കെ പേ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് ഈ ഒരു കാർഡ് ആക്ടിവേറ്റ് ചെയ്യുന്നതിനായിട്ട് വളരെ സിമ്പിളാണ്. നമ്മൾ ചെയ്യേണ്ടത് പോസ്റ്റ്പേ ആപ്പ് ഓപ്പൺ ചെയ്യുക. ആപ്പ് ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇതിൽ ആപ്പ് ഇപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യുന്നുണ്ട്. ആപ്പ് ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് ഈ ഒരു കാർഡ് ആക്ടിവേറ്റ് ചെയ്യാനുള്ള QR കോഡ് സ്കാൻ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആ ഒരു ഓപ്ഷനിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ നമുക്കിത് ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ എനിക്കിവിടെ കാണാൻ പറ്റും യുവർ കാർഡ് ഈസ് ഡെലിവേർഡ് ആക്ടിവേറ്റ് നൗ എന്ന് കാണാം. അതിൽ നമ്മളൊന്ന് ടാപ്പ് ചെയ്യുക. ടാപ്പ് ചെയ്തതിന് ശേഷം ആക്ടിവേറ്റ് കാർഡ് എന്ന് കാണാം. അതിൽ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഓക്കെ, നമ്മളൊരു 4 അക്ക പിന്ന് ഇതിൽ സെറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഞാനൊരു 4 അക്ക പിന്ന് ഇവിടെ സെറ്റ് ചെയ്യുകയാണ്. 2 തവണ നമ്മൾ ആ ഒരു പിന്ന് എൻ്റർ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം കൺഫേം എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇതോടുകൂടി നമ്മളോട് ഈ ഒരു പിന്നെ ആപ്പ് ഒന്നുകൂടെ അൺലോക്ക് ചെയ്യാനായിട്ട് പറയും. അപ്പോൾ നമ്മൾ കാർഡിൻ്റെ പിന്നൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ഒരു QR കോഡ് സ്കാൻ ചെയ്യേണ്ടതായി വന്നിട്ടില്ല. അതിന് പകരം ഞാൻ ആ ഒരു പിന്നടിച്ച് അതിനുശേഷം ആ ഒരു ഫോൺ അൺലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ഈ ഒരു കാർഡ് ആക്ടിവേറ്റ് ആയി. ഇനി നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ചുകൊണ്ട് ട്രാൻസാക്ഷൻസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ള ക്യാഷ് ബാക്കിൻ്റെ ഡീറ്റെയിലൊക്കെ ഇവിടെ കാണാനായിട്ട് സാധിക്കും. അപ്പോൾ വളരെ എളുപ്പത്തിൽ ഈ ഒരു കാർഡ് നമുക്ക് ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു മെത്തേഡിലാണ് പോസ്റ്റ്പേ ഫിസിക്കൽ കാർഡ് ആക്ടിവേറ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോസ്റ്റ്പേ അക്കൗണ്ട് എടുത്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഫിസിക്കൽ കാർഡിനായിട്ട് അപ്ലൈ ചെയ്യാനുള്ള വിൻഡോ കാണിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും കാർഡിനായിട്ട് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലൊരു കാർഡ് നിങ്ങൾക്ക് കിട്ടുന്നതാണ്. പോസ്റ്റ്പേ ഭാരത് പേ ആണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഇവരുടെ ബാങ്കിങ് പാർട്ണർ എന്ന് പറയുന്നത് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ് ആണ്. അപ്പോൾ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് മൗറീഷ്യസ് ഒരുപാട് ഫിൻടെക് കമ്പനികളുമായിട്ട് ടൈപ്പ് ആയിട്ട് ഇത്തരത്തിൽ ഒരുപാട് പലതരത്തിലുള്ള ബൈ നൗ പേ ലെറ്ററുകളും അതുപോലെ തന്നെ ക്രെഡിറ്റ് കാർഡുകളുമെല്ലാം ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും കഴിഞ്ഞ തവണ നമ്മൾ 𝗙𝗙𝗿 എന്ന ഒരു ബൈ നൗ പേ ലെറ്റർ പരിചയപ്പെടുത്തിയിരുന്നു. അതുപോലെ തന്നെ ഇതും മറ്റൊരു ബൈ നൗ പേ ലെറ്റർ പ്ലാറ്റ്ഫോമാണ്. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങൾ ബൈ നൗ പേ ലെറ്റർ എല്ലാം ആക്ടിവേറ്റ് ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം നല്ലപോലെ നോക്കുക. മാത്രമല്ല ഇടപാടുകൾ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചു വേണം ചെയ്യാൻ. കാരണം ഇടപാടുകൾ ചെയ്ത് പിന്നീട് റീപേയ്മെൻറ്റ് കറക്റ്റ് സമയത്ത് നടത്തിയിട്ടില്ലെങ്കിൽ പലതരത്തിലുള്ള ചാർജസും ഫീസും എല്ലാം വരും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർക്കുക. അപ്പോൾ നിങ്ങൾക്കും ഇത്തരത്തിലൊരു പോസ്റ്റ്പേ അക്കൗണ്ട് ആക്ടിവേറ്റ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇതിലേക്ക് ഇൻവൈറ്റ് കിട്ടുന്ന ലിങ്ക് ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഞാൻ തന്നിട്ടുണ്ട്. മാത്രമല്ല നമ്മുടെ വെബ്സൈറ്റിലും ഇതിൻ്റെ ലിങ്ക്സ് അവൈലബിൾ ആണ്. പോസ്റ്റ്പേ അക്കൗണ്ടുമായി ബന്ധപ്പെട്ട ഈ ഒരു അപ്ഡേറ്റ് നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെയുള്ള കൂടുതൽ അപ്ഡേറ്റുകൾ കിട്ടുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക. ഓൺലൈനിൽ കിട്ടുന്ന ഏറ്റവും മികച്ച ഓഫറുകൾ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ട്. ചാനൽ ലിങ്ക് ഞാൻ താഴെ തന്നിട്ടുണ്ട്. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് മറ്റൊരു ദിവസം വീണ്ടും കാണാം. അതുവരേക്കും സൈനിങ് ഓഫ്.